ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ UK വന്നിട്ട് 3-4 മാസമായി കേട്ടോ. ഇന്ന് ഞങ്ങൾ ലണ്ടനിലാണ് കറങ്ങാൻ വന്നേക്കുന്നത്. ഒത്തിരിടത്ത് കറങ്ങി, ഇന്ന് ലണ്ടനിൽ കറങ്ങാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ആദ്യം തന്നെ കാണാൻ കിട്ടിയേക്കുന്നത്. ലണ്ടൻ ടവർ ബ്രിഡ്ജ് തുറന്നിട്ടുണ്ട് കണ്ടോ. അത് തുറക്കുന്നത് ഇങ്ങനെയുള്ള യാത്രാക്കപ്പൽ പോകാൻ വേണ്ടിയിട്ടാണേ. നിറച്ച ആൾക്കാരാണ് അതിനകത്ത് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കപ്പൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലണ്ടൻ ടവർ ബ്രിഡ്ജ് തുറന്നിരിക്കുന്നത്. ഈ കാഴ്ച എല്ലാ യാത്രക്കാർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒന്നും ഭാഗ്യം ചിലർക്കൊക്കെ കിട്ടത്തുള്ളൂ. ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ആ ബ്രിഡ്ജ് തുറന്നിരുന്നു. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് അവർ അലാറം അടിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കേട്ടോ തുറന്നിരിക്കുന്നു. വാവ്! ഇപ്പം അതിൻ്റെ അടിക്ക് കൂടെ ഈ കപ്പൽ പോകും. പാലത്തിന് അടിക്ക് കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ പാലത്തിൻ്റെ അക്കരയിലും ഇക്കരയിലും ഒക്കെ ഒത്തിരി വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഈ കപ്പൽ പോയതിന് ശേഷമേ അവർക്ക് നമ്മുടെ ഈ പാലം രണ്ടാമത് പൂർവ്വസ്ഥിതിയിലെത്തും. അതിന് ശേഷമേ അവർക്ക് അതേ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പാലത്തിനടിക്ക് കൂടെ കപ്പൽ അക്കരെ അപ്പുറത്തോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ പതുക്കെ നമ്മുടെ ഈ പാലം പൂർവ്വസ്ഥിതിയിലേക്ക് വരും കേട്ടോ. അതൊക്കെ കാണണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം. എൻ്റെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇട്ട് തരാൻ എനിക്ക് കിട്ടിയ ഒരു നല്ല സമയം. എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ കാണിക്കാമെന്ന് ഞാൻ കരുതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ്ട് പതുക്കെ കണ്ടോ, പാലം താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. നോക്ക്. ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജ് നിർമ്മാണം തുടങ്ങിയത് 1886 അത് പൂർത്തിയായത് 1894 പൂർത്തിയായി. നേരമാണ് ഇത് ഗതാഗതത്തിനായി പബ്ലിക്കിന് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പാലം പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണേ. കണ്ടോ. വാവ്! എന്താ മനോഹരമായ ദൃശ്യമാണിത്. കണ്ടോ, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ശേഷം ലണ്ടൻ ബ്രിഡ്ജ് കാണണം. പിന്നെ വേൾഡ് ഫേമസ് ഒരു ലണ്ടൻ ഐ ഉണ്ട്, അത് കാണണം. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടും പോകേണ്ടതായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പാലമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞങ്ങളുടെ പുറയിൽ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജും തേംസ് റിവറിൻ്റെ ക്രോസ് ആയിട്ട് പണിതേക്കുന്നതാണ്. പണ്ടത്തെ പാലമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നല്ല ഉഗ്രൻ പാലമാണ് അവർ പണിത് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ ഈ പാലം എലിസബത്ത് രാജ്ഞിയാണ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തേക്കുന്നത്. കണ്ട, തേംസ് നദിയുടെ വെള്ളം കണ്ട എന്താ ക്ലിയറാണ്. നമ്മൾ ദൂരെ കാണുന്നുണ്ട് ജെയിൻസ് വീൽ പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ടോ. അതിലാണ് നമുക്ക് ഇനിയും കയറേണ്ടത്. ലണ്ടൻ ഐ. നമുക്ക് അങ്ങോട്ടും പോകണം. ഒരു സ്വല്പം ഇവിടെ നിന്ന് നടന്നു പോകാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഇതിലെ അങ്ങോട്ട് പോകണം. കുറച്ചങ്ങോട്ട് സ്വല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ഐയിൽ കയറാം. അപ്പോൾ നമ്മൾ ഏകദേശം ലണ്ടൻ ഐയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ സെക്യൂരിറ്റി കഴിഞ്ഞാണ് ഓരോരുത്തരെയും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ ഇതിനകത്തോട്ട് കയറ്റി വിടുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ വീല് കണ്ടോ, എന്താ വീലാണ് സ്ട്രോങ് ആയിട്ടുള്ള. നമ്മളെ ഓരോ ബോഗി എന്ന് പറഞ്ഞ് ഓരോ കണ്ടെയ്നറിലും 25 പേരാണ് ഇരിക്കുന്നത്. അതിന് പാസഞ്ചർ ക്യാപ്സൂൾ എന്നാണ് പറയുന്നത്. ആ ക്യാപ്സൂളിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ ഓരോതേ കണ്ടോ ഇരിക്കുന്നത്. ബോഗി പോലെ ഇരിക്കുന്ന കണ്ടോ, അത് ക്യാപ്സൂളിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് 32 എണ്ണമാണുള്ളത്. ഒരെണ്ണത്തിൽ 25 പേർക്ക് ഇരിക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ, ഉഗ്രൻ. അത് 135 മീറ്റർ ഹൈറ്റാണ് ഇതിനുള്ളത്. ഞങ്ങൾ കയറി പപ്പയും മോനും കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ ലണ്ടൻ കാണാൻ പറ്റും നമുക്ക്. കണ്ടോ, കാഴ്ചകൾ കാണാൻ അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് 360 ഡിഗ്രിയിൽ ലണ്ടൻ ഫുള്ളും കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കറങ്ങി അടിച്ച് താഴെ വരണമെങ്കിൽ 30 മിനിറ്റാണ് എടുക്കുന്നത്. ഈ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുള്ള് ലണ്ടനും കാണാൻ പറ്റും. എന്ത് മനോഹരമാണ് ഇത്. അങ്ങോട്ടൊക്കെ നോക്ക്, എന്ത് സൂപ്പറാണ് കാണാനായിട്ട്. കണ്ടോ, ഇതും തേംസ് റിവറിൻ്റെ മുകളിലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് തേംസ് റിവറിൻ്റെ സൈഡിൽ കണ്ടോ എത്ര വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. പല പല മോഡലാണ് ഇവിടുത്തെ ബിൽഡിങ്ങിന് കേട്ടോ. ചിലത് ചിലതിൻ്റെ മുകൾ വശം കൂർത്തിരിക്കും. ചിലത് വലിയ വലിയ
ബിൽഡിങ്ങും ഉണ്ട്, അമ്പരചുംബികളായ വലിയ ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ നമ്മുടെ ടേംസ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കപ്പലൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ആഴമുള്ള ഒരു റിവറാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടോ, അങ്ങറ്റം വരെ നമുക്ക് കാണാം. വലിയ അമ്പരചുംബികളായ ബിൽഡിങ് നോക്ക്, അത് കണ്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നേ. ഇതിനൊക്കെ ഒരു ഭാഗ്യം തമ്പുരാൻ ഈ കാഴ്ച കാണാൻ തന്നതിൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഉണ്ടോ, എന്താ മനോഹരമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. നോക്കേ, ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ഒത്തിരി ഹായ് ബൈ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി ഇതിനകത്ത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏകദേശം നല്ല ആൾക്കാരൊക്കെ കേട്ടോ. നമ്മൾ അത്ര എല്ലാവരും പറയുന്ന പോലുള്ളതൊന്നുമല്ല, നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഒത്തിരി ഫ്രണ്ട്സിനെയും നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ പോകുന്നു ഫ്രണ്ട്സ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ കയറിയിട്ട് 30 മിനിറ്റൊക്കെ ആയി വരുന്നു. നമുക്ക് ഇറങ്ങേണ്ട സമയമൊക്കെ ആയി വരുന്നു. അങ്ങനെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാം ടേക്ക് കെയർ. ബൈ ബൈ. ഓക്കേ.